ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് KFCയുടെ കൂടെ അതുപോലെ തന്നെ ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കൊളസ്ട്രോൾ ഇല്ലേ, അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഉണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടൊരു ബൗളാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് തൈരാണ് ഇട്ട് കൊടുത്തത്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പാട്ടോ. ഉപ്പ് നുള്ളിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആണ് വേണ്ടത്. ആദ്യം നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു ചെറു മധുരം പോലെ ഉണ്ടാവുക. 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അത് ചെറുതായിട്ട് ലൂസാക്കുക. ആ തൈരിൻ്റെ കട്ടൊക്കെ ഒന്ന് പോയി നല്ല ലൂസ് പോലെ നമുക്ക് ആയി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയാണ്. KFC ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ ബ്രോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാനത് നല്ല ടേസ്റ്റാണ്. ഒരു സലാഡ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിതാ നല്ല ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തത് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതായി കിട്ടും. നല്ല ലൂസായി വന്നിട്ടുണ്ട്. നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് വേണ്ടത് കേട്ടോ. നല്ല കനം കുറഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് അങ്ങനെ കനം കുറഞ്ഞിട്ട് അരിയാം, നീളത്തിലൊക്കെ നീളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഓംലെറ്റിനൊക്കെ അരിയുന്ന പോലെ ചെറുതാക്കിയിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുത് മതി. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് കേബേജാണ്. കേബേജ് ഒരു 2 കപ്പ് കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേബേജാണ് കേട്ടോ കുറച്ച് കൂടുതൽ വേണ്ടത്. ക്യാരറ്റ് ചെറിയൊരു പീസ് മതി. ഒരു ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ഭാഗമൊക്കെ എടുത്താൽ മതി. കാരണം ക്യാരറ്റ് ചെറു മധുരം ഉണ്ടാവും. പിന്നെ ഓൾറെഡി നമ്മളിതിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തുള്ളതാണ്. അപ്പോൾ ഒരുപാട് മധുരം വേണ്ട. ഒരു നോർമൽ മധുരം പോലെയാണ് ഇത് കഴിക്കാനുണ്ടാവുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. KFCയുടെ കൂടെ നമുക്ക് ഈ കൊളസ്ട്രോൾ എപ്പോഴും സെറ്റ് വരുന്നതാണ്. പക്ഷേ നാട്ടിൽ ഞാൻ ഒരു 3 കൊല്ലം മുന്നേ ബ്രോസ്റ്റ് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ കഴിച്ചിട്ട് ആ ടൈമിൽ എനിക്കിത് ബ്രോസ്റ്റിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനത്തെ ഒരു കൊളസ്ട്രോൾ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്ക് ബ്രോസ്റ്റ് ആണെങ്കിൽ KFCയുടെ കൂടെ എപ്പോഴും പിന്നെ എവിടെ പോയാലും കിട്ടും. ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് ഈ കൊളസ്ട്രോൾ. പക്ഷേ അത് ചിക്കനും കൂട്ടി കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഇതുപോലെ നമ്മൾ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് 2 കപ്പിൽ കേബേജ് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ബൗൾ അത്ര ചെറുതാവുകൊണ്ട് നിങ്ങൾ ബൗൾ വലുതാണെങ്കിൽ ഒരുമിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി ഒരു കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇട്ട് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറു മധുരം പോലെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കട്ടെ. ഈ കേബേജും ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് കഴിക്കും. കാരണം അത് നല്ല ചെറുതായിട്ട് മധുരമുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ ഇനിയിപ്പോൾ ബ്രോസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്കൊരു സലാഡ് പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മളിത് ചേർത്ത മയോണൈസ് ആണെങ്കിലും തൈരാണെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് ചെറുതായിട്ടൊരു തണുപ്പുണ്ടാവും. ഇത് ചെറുതായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ തണുപ്പ് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അങ്ങനെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് നേരം ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാം, നിർബന്ധമില്ല. ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ഉണ്ടാക്കിയില്ലെങ്കിലും വെറുതെ ഇരുന്ന് കഴിക്കാൻ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.